ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ചസ്. എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇറ ഓഫ് എക്സ്ചേഞ്ചസിൻ്റെ ഒരു ടൈം, അത് ഈസ്റ്റും വെസ്റ്റും എക്സ്ചേഞ്ചസിൻ്റെ ഒരു ടൈമിനെ കുറിച്ചാണ്, ഒരു പീരീഡിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് സീ റൂട്ട്സ്, ഏതൊക്കെയാണ് റൂട്ട്സ്, എങ്ങനെയൊക്കെയാണ് സിറ്റീസ് ഫോം ചെയ്തത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിൽഡ്സിനെ കുറിച്ചാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എന്തിനാണ് അവർ ഫോം ചെയ്തത്, എന്തായിരുന്നു അവരുടെ ഫീച്ചേഴ്സ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? വീഡിയോയുടെ കൂടെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെന്നും ഒരു ബുക്കും നിങ്ങൾ കയ്യിൽ വെക്കണം കേട്ടോ. എന്താണ് ഗിൽഡ്സ്? ഗിൽഡ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ദ മെറ്റീരിയൽ സോഷ്യോ ഇക്കണോമിക് സ്ട്രക്ചർ വാസ് ഗിൽഡ്സ്. അവരുടെ സോഷ്യോ ഇക്കണോമിക് സ്ട്രക്ചറിൻ്റെ ഒരു ഗ്രേറ്റ് സ്പെഷ്യാലിറ്റി ആയിരുന്നു, മെഡീവൽ കാലഘട്ടത്തിലെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. എന്താണത്? അതൊരു അസോസിയേഷനാണ്, അസോസിയേഷൻ ഓഫ് എക്സ്പേർട്സ് ഇൻ ഡിഫറെൻറ്റ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചേഴ്സ്. Okay, and there are two kinds of guilds, the merchant guilds and craft guilds. ഗിൽഡ്സ് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് എക്സ്പേർട്സ് ആണ് ഇൻ ദ ഡിഫറെൻറ്റ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചേഴ്സ്. അതിൽ 2 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതായത് മെർച്ചൻറ്റ് ഗിൽഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഗിൽഡ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഗിൽഡിൻ്റെ ഫോർമേഷന് കാരണം എന്തൊക്കെയാണ്. റാപ്പിഡ് ഇൻക്രീസ് ഓഫ് ട്രേഡ് ഇൻ ദ മെഡീവൽ യൂറോപ്യൻ സിറ്റീസ്, അല്ലേ? കച്ചവടം കൂടുന്നുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഓരോ അസോസിയേഷൻ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ഒക്യുപ്പേഷണൽ സെക്ടേഴ്സ്, അതായത് ഡിഫറെൻറ്റ് ബ്ലാക്ക് സ്മിത്ത് ആയിട്ടും കാർപ്പൻറ്റേഴ്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് സ്പെസിഫിക് സെക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമായിട്ട് വന്നു. തേർഡ് ഫാക്ടർ എന്താ എന്ന് വെച്ചാൽ ദ നെസസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദ എക്സസീവ് ടാക്സേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവരെ കൂടുതൽ നികുതി ഈടാക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വേണം? അവരെ രക്ഷപ്പെടുത്തണം. അതിന് ഇതുപോലത്തെ ഓർഗനൈസേഷൻസോ അസോസിയേഷൻസോ വേണം. അതേപോലെ തന്നെ ദ സെൻസ് ഓഫ് ഓർഗനൈസേഷൻ വെർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഗിൽഡ്സ്. അവർക്ക് എല്ലാവരും ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലാണ് എന്ന് തോന്നണം, എന്നാലേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, അവർക്കൊരു ബലമുണ്ടാവുള്ളൂ, അത് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അതിനും കൂടിയാണ് എന്തുണ്ടാക്കിയത്? ഗിൽഡ് ഉണ്ടാക്കിയത്. ഇനി ഈ ഗിൽഡിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെയിം തന്നെ എന്താണ്? ഒരു മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ, അവർക്ക് തമ്മിലൊരു മ്യൂച്വൽ ഹെൽപ്പും കോപ്പറേഷനും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. To maintain the monopoly of the markets and to attain to the economic stability. അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും മാർക്കറ്റുകളുടെ അവരുടെ കുത്തക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് ഗിൽഡ് രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ അവരുടെ തമ്മിലുള്ള കോപ്പറേഷനും അതേപോലെ തന്നെ അവർക്ക് തമ്മിലുള്ള ഹെൽപ്പും സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ മാർക്കറ്റുകളുടെ കുത്തക നിലനിർത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത കൈവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഗിൽഡ്സ് ഫോം ചെയ്തത്. അതായിരുന്നു മെയിനായിട്ടുള്ള അവരുടെ എയിം. ഇനി അടുത്തതായി മെർച്ചൻറ്റ് ഗിൽഡ്സ്. നമ്മൾ പറഞ്ഞു രണ്ട് തരം ഗിൽഡ്സ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് ഗിൽഡ്സ് ഉണ്ട്, മെർച്ചൻറ്റ് ഗിൽഡ്സും ക്രാഫ്റ്റ് ഗിൽഡ്സും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മെർച്ചൻറ്റ് ഗിൽഡ്സ് വർ ദ ഫസ്റ്റ് ടു ഇമേർജ്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇൻ്റർസിറ്റി ലീഗ്സ് വർ ഫോംഡ് ലിങ്കിങ് ദ സിറ്റീസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ ട്രേഡ്. ലിങ്കിങ് ദ സിറ്റീസ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ട്രേഡ് പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ഫോം ചെയ്തത്. ഓക്കെ, ഹാൻസിയാറ്റിക് ലീഗ് ഈസ് ആൻ എക്സാമ്പിൾ. ഇനി അടുത്തത് നമുക്കറിയാം ക്രാഫ്റ്റ് ഗിൽഡ്സ്. ക്രാഫ്റ്റ് ഗിൽഡ്സ് വർ ദ അസോസിയേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്മാൻ ഓഫ് ദ മെഡീവൽ പീരീഡ്. അതെന്തിനുള്ളായിരുന്നു? ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് ആയിരുന്നു. ലെതർ വർക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്സ് എക്സെട്ര. അവരുടെ ഒരു ഗ്രൂപ്പായിരുന്നു
ക്രാഫ്റ്റ് ഗിൽസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ പവേഴ്സൊക്കെ കുറഞ്ഞു പോയി. അതെന്തായിരുന്നു കാരണം? ഇൻഡസ്ട്രിയലൈസേഷനും ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗിൽഡ്സ് ആണ്. ഫ്രെയിമിംഗ് ലേബർ ലോസ്, ഡിവിഷൻ ഓഫ് ലേബർ, manufacturing the quality of products, determining the mode of sale, fixing of prices, determining work hours. These are the responsibilities of guilds. Framing of labor laws means ലേബറേഴ്സിന് വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുക, വെറുതെ അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഡിവിഷൻസ് കൊടുക്കുക, കാറ്റഗറൈസേഷൻ കൊടുക്കുക. മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഒരു ക്വാളിറ്റിയും ഇല്ലാതെ അങ്ങനെ സെല് ചെയ്യുന്നതിന് പകരം ക്വാളിറ്റി ഉറപ്പ് വരുത്തുക. പിന്നെ ഡിറ്റർമിൻ ദ മോഡ് ഓഫ് സെയിൽ, എങ്ങനെയാണ് വിൽക്കേണ്ടത് എന്നുള്ള ആ മോഡ് നിശ്ചയിക്കാം. ഫിക്സിങ് ഓഫ് പ്രൈസസ്, എത്ര പ്രൈസൊക്കെ, വെറുതെ കൊള്ള ലാഭം വാങ്ങാൻ പാടില്ല, അതേപോലെ തന്നെ അധികം വില കുറച്ചിട്ടും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഡിറ്റർമിൻ ദ വർക്കിംഗ് അവേഴ്സ്, കൂടുതൽ സമയം ലേബറേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മിഡീവിയൽ എഡ്യൂക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The expansion of basic education, universities, Greco-Roman knowledge and Islamic knowledge were the features of medieval age. Medieval age-ന്റെ features എന്ന് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. Many schools sprang up during this period imparting primary education. Sprang up means ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മേജർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഗ്രാമർ, Latin, astronomy, literature, philosophy, mathematics and laws of nature ആണ്. ബട്ട് അവിടെ എന്തുണ്ടായിട്ടില്ല, എഡ്യൂക്കേഷൻ ഓഫ് വിമൻ വാസ് റെസ്ട്രിക്റ്റഡ്. അവർക്ക് വിമൻ എഡ്യൂക്കേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നൺസ്, കന്യാസ്ത്രീകൾ, ആൻഡ് ദ ചിൽഡ്രൻ ഫ്രം ദ റൂളേഴ്സ് ആൻഡ് നോബിൾസ് ഗോട്ട് ദ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആർക്കാണ് കിട്ടിയിരുന്നത്? നൺസ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അവിടെ ഉണ്ടായത്. വെറും പ്രൈമറി ലെവലിലുള്ള എഡ്യൂക്കേഷൻ മാത്രമായിരുന്നില്ല അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റീസും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റീസിലെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫി, ലിറ്ററേച്ചർ, മെഡിസിൻ, ലാംഗ്വേജസ്, ജിയോമെട്രി ആൻഡ് ലോ ആണ്. Many universities were established in Europe in 11th and 12th centuries. Important among them was Bologna in Italy, Bologna University in Italy, Constantinople University in Turkey, Paris University in France, and Oxford and Cambridge University in England. ഇതൊക്കെയായിരുന്നു അവിടെ ഉയർന്നു വന്ന യൂണിവേഴ്സിറ്റീസ്. ഇനി അതുപോലെ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി, ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് കോർഡോവ യൂണിവേഴ്സിറ്റി, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ അറബ്സ് ഇൻ സ്പെയിൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി വാസ് ദ ലൈബ്രറി which had thousands of manuscripts. This university provided facilities for learning languages such as Greek, Syriac, Persian, Sanskrit, etc. And the Arabic version of books and originally written in these languages was available in the library of this university. അപ്പോൾ അറബിക് വേർഷനിലുള്ള ബുക്കും അവിടെ ധാരാളമായിട്ട് ലഭിച്ചിരുന്നു. Cordova University, established by the Arabs in Spain, was the another important university in the medieval period. Okay. ഇപ്പം നമ്മൾ യൂറോപ്പിൻ്റെ കാര്യം പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് സെൻട്രൽ ഏഷ്യയിലേക്കാണ്. സെൻട്രൽ ഏഷ്യയിലെ അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് പ്രൈമറി എഡ്യൂക്കേഷൻസ്, അതേപോലത്തെ എഡ്യൂക്കേഷൻസ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന് മക്തബ്സ് എന്നാണ് എന്ന് പറയുന്നത്. വാസ് സ്റ്റാർട്ടഡ് ഫ്രം ദ 10th century onwards. ദ ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് ഓഫ് 6 and 14 were educated. 6 and 14 ഏജിലുള്ള കുട്ടികളുടെയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. And the facilities for the women educations also was there, and the ladies were given opportunity to become teachers by attaining the degree Ijaz. Okay, Ijaz was the degree given, and the universities of the Baghdad,
Damascus of Central Asia, Al-Azhar University of Egypt were the noteworthy educational institutions of the medieval period. The Far East also witnessed progress of education in the medieval period. ഈസ്റ്റിലുള്ളവർക്കും ഇതേപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇനി സെൻട്രൽ ഏഷ്യ കഴിഞ്ഞു, ഇനി നമ്മൾ ഈസ്റ്റിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തിയത്, എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. The Far East also witnessed progress of education in the medieval period. From the ancient period onwards, schools were established at various places of China. നമ്മൾ ചൈന പോലുള്ള ഭാഗമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ കൺവിക്ഷൻ ദാറ്റ് അലോങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് ദ ഫാമിലി ആസ് വെൽ ആസ് ദ നേഷനും അതുപോലെ തന്നെ ഫാമിലിക്കും ഒരുപോലെ ബെനിഫിറ്റ് ആയിരുന്നു ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട്. ലേണിംഗ് സ്റ്റാർട്ടഡ് ഇൻ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ദ ഏജ് ഓഫ് 6 in ചൈന. ചൈനയിൽ തുടങ്ങിയത് 6-ലായിരുന്നു. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങുന്ന മാതിരി തന്നെ ഏജ് ഓഫ് 6 വയസ്സാകുമ്പോഴാണ് ക്ലാസ്സിൽ ലേണിംഗ് തുടങ്ങിയിരുന്നത്. ആൻഡ് ദ മെജോറിറ്റി ഓഫ് ദ സ്കൂൾസ് നോളേജ് വാസ് ഇമ്പാർട്ടഡ് ബൈ എ സിംഗിൾ ടീച്ചറായിരുന്നു അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ദ ബുദ്ധിസ്റ്റ് ഫിലോസഫി വാസ് ദ കമ്പൽസറി സബ്ജക്റ്റ് ഇൻ ദ സ്കൂൾസ് അറ്റാച്ച്ഡ് വിത്ത് ബുദ്ധിസ്റ്റ് വിഹാരാസ്. അപ്പോൾ ബുദ്ധിസം അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇനി എഡ്യൂക്കേഷൻ ഇൻ ദ മെഡീവൽ ഇന്ത്യ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഗുരുകുല സിസ്റ്റമാണ് നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നത്. വേർ ദ സ്റ്റുഡൻസ് ലിവ് വിത്ത് ദ ടീച്ചർ ആൻഡ് പ്രിവെയിൽഡ് ഇൻ മെഡീവൽ ഇന്ത്യ ഓൾസോ. ദ മെയിൻ സബ്ജക്റ്റ് ഓഫേർഡ് ഇൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേർ ഗ്രാമർ, ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഫിലോസഫി, ആസ്ട്രോണമി. Many educational institutions attached to the temples prevailed in South India during the medieval period. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് ടെമ്പിൾസ്, അമ്പലങ്ങൾക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിലൊക്കെ ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ്. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ടീച്ചറുടെ ഗുരുക്കന്മാരുടെ കൂടെ കുട്ടികൾ നിന്നുകൊണ്ടായിരുന്നു പഠിച്ചിരുന്നത്. ഗ്രാമർ, ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആസ്ട്രോണമി എന്നുള്ള എല്ലാ സബ്ജക്റ്റും തന്നെ പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് അടുത്ത ദിവസം. സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ എക്സൽ അക്കാദമിയുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സസ് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.